പ്രതീക്ഷയുടെ ശനിയാഴ്ച നമ്മൾ നിൽക്കുന്നു. മൂന്നാം മോദി സർക്കാർ രണ്ടാമത്തെ ബജറ്റ്, അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നു. ക്യാബിനറ്റ് കൂടി ബജറ്റിന് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ സാങ്കേതികപരമായ കൃത്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നികുതി ഇളവുകൾ മധ്യവർഗത്തിന് എന്തൊക്കെ കിട്ടും, നികുതി ഇളവുകളിൽ എന്തൊക്കെയാണ് മാറ്റമുണ്ടാവുക, രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളത് പോലെ, എപ്പോഴുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വലിയ പെട്ടികളിൽ കൊണ്ടുവരുന്ന ബജറ്റാണെങ്കിൽ ഇതിപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടത്തെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ചുമന്ന ഫയലിലേക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി ഒതുങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ധനമന്ത്രി കൊടുക്കുന്ന മധുബൻ ഡിസൈനിലുള്ള ഈ സാരി അടക്കം തലക്കെട്ടുകൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. അത് വാർത്തകൾ കാരണമാവുന്നു. രാഷ്ട്രപതിയെ ആദ്യം പോയി കണ്ടു, രാഷ്ട്രപതിയെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. അതിനുശേഷം ധനമന്ത്രാലയത്തിലേക്ക് എത്തി. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേരത്തെ എത്തിയിരുന്നു. ക്യാബിനറ്റ് യോഗം ചേർന്ന് ബജറ്റ് അംഗീകാരം കൊടുത്തു. ഇനിയിപ്പോൾ 10 മിനിറ്റ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ക്രിസ്റ്റീന ചെറിയാൻ ബിസിനസ് സർക്കിൾ തുടരുന്നുണ്ട്. ക്രിസ്റ്റീന, ഉറപ്പായും ബജറ്റ് തുടങ്ങിയാൽ നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് നമുക്കെന്തൊക്കെ കിട്ടി, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും. കേരളം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പാക്കേജ് ഈ ബജറ്റ് പ്രഖ്യാപിക്കൽ അങ്ങനെ പതിവുള്ളതല്ലെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ഒക്കെ വാരിക്കോരിയുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ നമ്മൾ കണ്ടതാണ്. കേരളം പ്രതീക്ഷിക്കണോ ക്രിസ്റ്റീന? ഹാഷ്മി, കഴിഞ്ഞ തവണത്തെ ബജറ്റുമായി കുറച്ചൊരു വ്യത്യാസമുണ്ടല്ലോ. കാരണം കഴിഞ്ഞ തവണ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തണമായിരുന്നു. ഭരണം എങ്ങനെയാണ്, അതൊരു തുലാസിൽ നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത്തവണ അത്തരത്തിലൊരു വിട്ടുവീഴ്ചകൾക്ക് പോകേണ്ട കാര്യം ധനമന്ത്രിക്കില്ല. പക്ഷെ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്നറിയാൻ നമ്മൾ കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ കേരളത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു ഇതേ പാക്കേജുകൾ, 24,000 കോടിയുടെ പാക്കേജ്, അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള പാക്കേജുകൾ, തീരശോഷണം നേരിടാൻ, മനുഷ്യ വന്യമൃഗ സംഘർഷം നേരിടാനുള്ള പാക്കേജുകൾ, വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായുള്ള പാക്കേജ്, ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയെന്നല്ല, കേരളത്തിന്റെ പേര് നമ്മുടെ പൊതു ബജറ്റിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. അപ്പോൾ കേരളത്തിന്റെ പേര് അങ്ങനെ കേട്ടിട്ടില്ല. ഇത്തവണയും വളരെ പ്രത്യാശാപൂർവ്വം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വായ്പാ പരിധി കൂട്ടുക, അതേപോലെ തന്നെ കേരളത്തിന്റെ കിഫ്ബി അടക്കമുള്ള വായ്പകൾ പൊതുവായ്പകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. ഈ ഒരു 24,000 കോടിയുടെ പാക്കേജ് ലഭിച്ചില്ലെങ്കിൽ കേരളം ഒരു 4 ലക്ഷം കോടിയുടെ പൊതുകടത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തലും ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയിംസ് അടക്കമുള്ള പദ്ധതികളിലേക്ക്, അങ്കമാലി ശബരി റെയിൽപാത, സിൽവർ ലൈൻ, ഇതുപോലെയുള്ള പ്രതീക്ഷാ പദ്ധതികളിലേക്കൊക്കെ കേരളം ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ടൂറിസം പദ്ധതികൾക്ക്, ടൂറിസം വികസനത്തിനായിട്ട് പണം മാറ്റിവെക്കും. പക്ഷേ ഇപ്പോൾ ഈ കേരളം എന്ന പേരിൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ പൊതുവായി ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കേരളത്തിന് പ്രയോജനപ്പെടുത്താം എന്ന രീതിയിൽ ഒരു ചിന്തയായിരിക്കും അടുത്തത് വരുന്നത്. പക്ഷേ ഈ പറയുന്ന 24,000 കോടിയുടെ പാക്കേജ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മറ്റൊരു കാര്യം, ഹാഷ്മി മുൻപ് പറഞ്ഞ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സർവേയിൽ പറഞ്ഞ കാര്യമാണ്. ഇതുവരെ അത്തരത്തിലൊരു കാര്യം ഇന്ത്യയിൽ ഈ സാമ്പത്തിക സർവേ അല്ലെങ്കിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അടക്കം തയ്യാറാക്കുന്ന ഈ സർവേകളിലൊന്നും ഇത് പറഞ്ഞിരുന്നില്ല. നിർമ്മിത ബുദ്ധിയുടെ വരവാണ്. അതേപോലെ തന്നെ ഈ തൊഴിൽ മേഖലയിൽ വലിയ കഷ്ടപ്പാടുണ്ട്. നമുക്കറിയാം, രാജ്യം ഈ പറയുന്ന വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NR നാരായണമൂർത്തി, ഇൻഫോസിസ് സ്ഥാപകൻ, 70 മണിക്കൂർ എനിക്ക് ഒരാഴ്ച ജോലി ചെയ്യണം, അതേപോലെയുള്ള ആൾക്കാരെയാണ് ആവശ്യം എന്ന് പറയുമ്പോൾ എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന ആ ചോദ്യം നിലനിൽക്കുന്നു. അത്തരത്തിലൊരു ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ തൊഴിലാളി സൗഹൃദമായ നയങ്ങൾ ഉണ്ടാകണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗമനം വരുമ്പോൾ മാനസിക സമ്മർദ്ദം തൊഴിലാളികൾക്ക് കുറച്ചു കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ സാമ്പത്തിക സർവേയിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ വളരെ നാളുകളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ഗിഗ് തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന കുറച്ചുകൂടി ഗൗരവതരമാണെന്ന് തോന്നുന്നു. അത് 1246 പറയുന്നത് എന്താണ്, ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961, മിനിമം വേജസ് ആക്ട് 1948, ഫാക്ടറീസ് ആക്ട് 1948. ഇത് പറയുന്നത് റാദർ ദാൻ ഫോക്കസിംഗ് ഓൺ എസെൻഷ്യൽ സേഫ്റ്റി ആൻഡ് ഹൈജീൻ സ്റ്റാൻഡേർഡ്സ്, these micromanaging regulations create unnecessary administrative burdens that hinder business growth. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളെ ക്രിട്ടിക്കലേക്കാണ് എക്കണോമിക് സർവേയിൽ. അത് അങ്ങനെ ഇതുവരെയുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായാണ് തോന്നുന്നു എഴുതി വെക്കുന്നത്. ബജറ്റിന്റെ മൊത്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഈ നിയന്ത്രണങ്ങൾ പൊട്ടിച്ചെറിയണമെന്ന് തന്നെയാണ്. ഇപ്പൊ MSME സെക്ടറിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലാറ്റ്ഫോം സെക്ടറുകളിലാണ് പ്ലാറ്റ്ഫോം ജീവനക്കാരെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇതുവരെ നമ്മൾ ആലോചിച്ചിരുന്നില്ല. കഴിഞ്ഞ ബജറ്റിലൊക്കെ അത് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഈ പറയുന്ന സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറും ഒക്കെ ഓടുന്നവർ, ആ 2-3 മണിക്കൂറുകൾ ജോലി ചെയ്യുന്നവർ, അവർ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെയും ഭാഗമല്ല.
അവർക്ക് അസ്തിത്വമില്ലാത്ത തൊഴിലാളികളായിട്ട് എവിടെയും അവരുടെ റോൾ നമ്പർ ഇല്ലാതെ, പ്രത്യേകിച്ച് പേ സ്കെയിൽ ഇല്ലാതെ, PF പോലുള്ള ആനുകൂല്യങ്ങളില്ലാതെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കായ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി വരുമോ? ഇപ്പൊ ഹാഷ്മി പറഞ്ഞതുപോലെ ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളിലെ വലിയ നിയന്ത്രണങ്ങൾ അതൊക്കെ എടുത്തു മാറ്റി തൊഴിലാളികളെ സ്വതന്ത്രരാക്കുക, ഉൽപാദനക്ഷമതയുള്ളവരാക്കുക. അപ്പൊ ഇതിനൊക്കെ ആദ്യം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരണം. ആ രീതിയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ വരണം. ഈ നികുതിയുടെ കാര്യമായാലും എപ്പോഴും നികുതി കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന ആൾക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിലുപരിയായി വലിയ കുറേ നാളുകളായി പറയുന്ന കാര്യമാണ് നികുതി ഇതര വരുമാനം, ഫീസും ഫൈനുകളും ഒക്കെ കൂട്ടിക്കോട്ടെ, ജനങ്ങളുടെ മനോഭാവം മെച്ചപ്പെടട്ടെ എന്ന രീതിയിൽ ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആ ഒരു വാദം കുറേ നാളായി പ്രബലമാണ്. ഹാഷ്മി, എന്തായാലും ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വേ ഓഫ് ദി ബിസിനസ് എന്ന് സാമ്പത്തിക സർവേ എഴുതി വെക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം അത് തൊഴിലാളി വിരുദ്ധം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ള ഒരു പരാമർശമാണ്. ഈ പറയുന്ന തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് തടസ്സമാകുന്നു, ഹിൻഡ്രൻസ് ആകുന്നോ എന്ന സൂചനയൊക്കെ അത് നമുക്ക് ഏത് രീതിയിലാണ് അത് രാഷ്ട്രീയ ചർച്ചയാവുക എന്ന് നമുക്ക് എന്തായാലും നോക്കിക്കാണാം. എന്തായാലും അത്തരത്തിൽ വിശാലമായ സാമ്പത്തിക പരിഷ്കരണത്തിന് നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ JDUവിൻ്റെയും ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് അത്തരത്തിൽ വലിയ പരിഷ്കരണത്തിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ മാൻഡേറ്റ് ഉണ്ടോ ഈ സർക്കാർ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തായാലും നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കും. നിലവിൽ 3 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. ഇത്തവണത്തെ ബജറ്റിൽ അത് 5 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യം നടപ്പാകുമോ എന്നുള്ളതാണ്. പഴയ നികുതി വ്യവസ്ഥയിൽ 2.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് നികുതി ബാധ ഇല്ലാത്തവർ. അത് 5 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. അത് നടപ്പാക്കുമോ എന്ന പ്രതീക്ഷയാണ്. ഈ പുതിയ ന്യൂ ടാക്സ് റെജീമിന് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1,50,000 രൂപയായും, പഴയ ടാക്സ് റെജീമിന് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപ ഉയർത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട്. അത് നടപ്പാകുമോ എന്ന പ്രതീക്ഷ അല്പസമയത്തിനകം ധനമന്ത്രിയിൽ നിന്ന് കേൾക്കാനിരിക്കുന്നു. ആദായ നികുതി പുതിയ സ്കീമിലേക്ക് നികുതിദായകരെ എത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ അടക്കം പ്രതീക്ഷിക്കുകയും ചെയ്യാം.